തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പലത് എഡിഷൻ പേജിൽ പോകുന്നതുകൊണ്ടാണ് അറിയാത്തത്. കോഴിക്കോട് ചെന്നപ്പോൾ കോഴിക്കോട് ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ പോകുന്ന ഇതിനേക്കാൾ വലിയ പരാതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറിക്ക് ചെന്നപ്പോൾ പഞ്ഞിയില്ലെന്ന് പറഞ്ഞു. സർജറി ചെയ്യാൻ പോണ ആള് പഞ്ഞി മേടിച്ചു തന്നെ പുറത്തുപോയിട്ട്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളെല്ലാം അത് സപ്ലൈ ചെയ്ത കമ്പനി എടുത്തുകൊണ്ട് പോകുന്നവർ പറഞ്ഞില്ലേ. സാമ്പത്തിക ഒരു പ്രതിസന്ധി ഇല്ല എന്ന് പറയാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും. അങ്ങനെയല്ലേ പറഞ്ഞത്? ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ, പണം കയ്യിലുണ്ടെങ്കിൽ എന്താ പ്രയോറിറ്റി? മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് പൈസ കൊടുക്കണ്ടേ മരുന്ന് സപ്ലൈ ചെയ്തതിന്? ഞാൻ പത്രത്തിലൊരു വാർത്ത കണ്ടു, മന്ത്രിയും ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായെന്ന്. എനിക്കറിയില്ല സത്യമാണോ എന്ന്. വാർത്തയാണ്, മാധ്യമ വാർത്തയാണ്. ശരിയാണെന്നറിയില്ല. ഇഷ്ടംപോലെ പണം കൊടുക്കാനുണ്ടല്ലോ, കൊടുക്കുന്നില്ലല്ലോ, മരുന്നില്ലല്ലോ, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലല്ലോ. അസംബ്ലിയിൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ വന്നതിന് ശേഷം ഇത്രയും ശസ്ത്രക്രിയ നടത്തി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്രയും നടത്തിയില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് പോവാണ് സപ്ലൈ ചെയ്ത കമ്പനികൾ. അത്ര ദയനീയമാണ്, പരിതാപകരമായ സ്ഥിതിയാണ് ആശുപത്രികളിൽ. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചല്ലോ, ഈ മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഉണ്ടായ തെറ്റായ സംഭവങ്ങളെക്കുറിച്ച് അവർ റിപ്പോർട്ട് തേടിയതും അവർക്ക് പകരം റിപ്പോർട്ട് കിട്ടിയതും കൂടി ഒന്ന് സമാഹരിച്ചാൽ, ഒന്ന് തുന്നിക്കൂട്ടിയാൽ എത്ര വോളിയം ഉണ്ടാവും? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്.